الحمد لله الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ കരുണാമയനായ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നന്മയുള്ള വ്യക്തിത്വങ്ങളായി ജീവിതം പുണ്യകർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിനുള്ള ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണമെന്ന് ആദ്യമായിട്ട് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നാളെ റബ്ബിൻ്റെ കോടതിയിൽ
ഓരോ സ്ത്രീയും പുരുഷനും വളരെ കൃത്യമായ കണിശമായ വിചാരണക്ക് വിധേയമാക്കപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിൽ കെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ഒരു വിചാരത്തോടുകൂടെ ഞാൻ ചില സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ജനങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ, വേഷസങ്കല്പങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയുടെ യുവതീ യുവാക്കളുടെ വസ്ത്രങ്ങൾ, വേഷങ്ങൾ വളരെ അരോചകമായിട്ടുള്ള ഒന്നാണ് എന്ന് കാണാനായിട്ട് കഴിയും. നമ്മുടെയൊക്കെ ചുറ്റുപാടിലുള്ള അവിശ്വാസികൾ പോലും ചില വേഷങ്ങളും വസ്ത്രങ്ങളും മോശമാണ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഫാഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലജ്ജയുമില്ലാതെ, ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല, വളരെ നസീഹത്തോടുകൂടെ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ കണിശമായിട്ടുള്ള, കർശനമായിട്ടുള്ള വിചാരണക്ക് വിധേയമാക്കപ്പെടും എന്നുള്ള ആ ഉറച്ച ബോധം, ചിന്ത, പരലോക ബോധം അവിടെ രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകൾ അത് നിർബന്ധമായും തിരുത്താൻ നമ്മൾ തയ്യാറാവണം എന്നുള്ള അതിനു വേണ്ടിയുള്ള ഒരു നസീഹത്താണ്, ഗുണകാംക്ഷയോടുകൂടെയുള്ള ഒരു ഉണർത്തലാണ് ഈ സന്ദർഭത്തിൽ നടത്തുന്നത്. ഫാഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഡിസൈൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, മോഡൽ, പുതിയ മോഡൽ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലജ്ജയുമില്ലാതെ ചില ആളുകളുടെ വസ്ത്രം, യുവതീ യുവാക്കളുടെ വസ്ത്രങ്ങൾ, വേഷങ്ങൾ, എല്ലാ സീമകളും ലംഘിക്കപ്പെട്ട ഒരവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിന്റെ 26-ാമത്തെ വചനം അതിൽ പറയുന്നുണ്ട്, യാ ബനി ആദം, അല്ലയോ ആദമിന്റെ മക്കളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, നിങ്ങൾക്ക് തീർച്ചയായും വസ്ത്രം നാം ഇറക്കി തന്നു. റബ്ബിന്റെ അനുഗ്രഹമാണ്. എന്തിനാണ് വസ്ത്രം? യുവാരി സൗആതികും, നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറച്ചു വെക്കാൻ, അതിനു വേണ്ടിയാണ് വസ്ത്രം. വരീഷ, അലങ്കാര വസ്ത്രവും നാം ഇറക്കി തന്നിട്ടുണ്ട്. വലിബാസു തഖ്വ, എന്നാൽ ബഖദി എന്ന് പറയുന്ന, സൂക്ഷ്മതാബോധം എന്ന് പറയുന്ന ആ ഒരു വസ്ത്രമുണ്ടല്ലോ, ദാലിക ഖൈർ, അതാണ് ഉത്തമമായത്. ദാലിക മിൻ ആയാത്തില്ലാഹ്, അത് അല്ലാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ ചിന്തിക്കുന്നതിന് വേണ്ടി, കാര്യങ്ങൾ ചിന്തിച്ച് ഗ്രഹിച്ച് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാരഥന്മാരായിട്ടുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്, നിങ്ങളുടെ നഗ്നതകൾ മറക്കാൻ ഉള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ, യാ ബനി ആദമ ഖദ് ജഅൽനാ ലക്കും ലിബാസൻ യസ്തുറു ഔറാതികും, നിങ്ങളുടെ സ്ത്രീ പുരുഷന്മാരുടെ ഔറത്തുകൾ മറക്കാൻ ഉതകുന്ന വസ്ത്രം അല്ലാഹു നിങ്ങൾക്ക് നൽകി എന്നാണ്. വഹുവ ലിബാസുൽ ദറൂറ, അത് ഒരു മനുഷ്യൻ അനിവാര്യമായിട്ടും ധരിക്കേണ്ട വസ്ത്രമാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വരീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മഅന, അതിൻ്റെ അർത്ഥം ലിസ്സീനതി വത്തജമ്മുൽ, അത് ചന്തത്തിന് വേണ്ടി,
അല്പം ഭംഗിക്ക് വേണ്ടി എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അല്ലാഹു തആല നമുക്ക് വസ്ത്രം തന്നു, അലങ്കാര വസ്ത്രവും തന്നു. അതുകൊണ്ട് നമ്മൾ നല്ല വസ്ത്രം ധരിക്കാം. പക്ഷേ വേഷം അത് ചില പരിധികൾ ലംഘിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന തലമുറകളെ പോലും മാർഗഭ്രംശത്തിലകപ്പെടുത്തുന്ന രൂപത്തിലേക്ക് വഴിത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നല്ല വസ്ത്രമാകാം എന്നുള്ളതിൽ ആർക്കും സംശയം വേണ്ട. അഹങ്കാരത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബർ. അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭത്തിൽ ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെ, ഒരു മനുഷ്യൻ അവന്റെ വസ്ത്രം നല്ലതാകാൻ ആഗ്രഹിക്കുന്നു, അവന്റെ പാദരക്ഷ അത് ഉത്തമമാകാൻ ആഗ്രഹിക്കുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി അതാവാം കാരണം അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. നിശ്ചയം പടച്ച റബ്ബ് സുന്ദരനാണ്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ നല്ല ആവണം എന്നുള്ളതാണ്. നല്ല വസ്ത്രം തന്നെയാവണം. പക്ഷേ അലങ്കാരങ്ങളും ഫാഷനും ഡിസൈനുകളും അതൊക്കെ എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടുകൊണ്ട് അറുവഷളൻ സംസ്കാരത്തിലേക്ക് ഒരു സത്യവിശ്വാസി വഴുതി വീഴാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള പാഠങ്ങളുണ്ട്. മഹാനായിട്ടുള്ള ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു വചനം സഹീഹുൽ ബുഖാരിയിൽ 5863 വചനം. അതിൽ കാണാം, നഹാന അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് വിരോധിച്ചു, ചില കാര്യങ്ങൾ വിരോധിച്ചു എന്ന് പറയാൻ. അൻ ഖാതമിദ് ദഹബ്, സ്വർണത്തിന്റെ മോതിരം പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്, സ്വർണ്ണാഭരണങ്ങൾ അതൊക്കെ പറയാൻ. എന്നിട്ട് പറയാണ് വഅനിൽ ഹരീരി, ഹരീർ എന്ന് പറഞ്ഞാൽ പട്ട്, വൽ ഇസ്തബ്റക്, ഇസ്തബ്റക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ള പട്ട്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ വിരോധിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ വസ്ത്രം എന്ന് പറയുമ്പോൾ അവിടെ ചില നിയന്ത്രണങ്ങൾ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇത് നിങ്ങൾ നോക്കൂ, വളരെ നമ്മൾ ഒരു ടൗണിലേക്ക് പോയാൽ, ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റാൻഡിലേക്കോ എയർപോർട്ടിലേക്കോ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചില സഹോദരങ്ങൾ, ചില യുവാക്കൾ അവര് ട്രൗസർ ഇട്ടുകൊണ്ട് ധാരാളം സ്ത്രീ പുരുഷന്മാരുള്ള ആ സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നു. കുട്ടികളുടെ കൈ പിടിച്ചുകൊണ്ട്, കൂടെ ഭാര്യയുണ്ട്, അങ്ങനെ നടന്നു പോകുന്ന എത്രയോ ആളുകൾ. അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ നടക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ, അത് അവന്റെ ലജ്ജക്ക്, അവന്റെ ഈമാനിന് സത്യത്തിൽ വിരുദ്ധമാണ് എന്ന് നമ്മൾ അറിയുക. അത് മാത്രമല്ല, നമുക്കറിയാം പല സഹോദരങ്ങളും പള്ളിയിലൊക്കെ വരുമ്പോൾ ഈ ടീഷർട്ടും ജീൻസൊക്കെ ധരിച്ച്, ഇറക്കമില്ലാത്ത ഷർട്ട് ധരിച്ച് റുകൂയിലേക്ക് പോയാൽ സുജൂദിൽ നിന്ന്, ഇരുത്തത്തിൽ നിന്നൊക്കെ ഉയരുമ്പോൾ അവരുടെ പിൻഭാഗം മറ്റുള്ളവർ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊന്നും തന്നെ പാടില്ല പ്രിയമുള്ളവരെ. നമ്മളെ വസ്ത്രം എന്ന് പറയുമ്പോൾ അത് അന്തസ്സ്, നമ്മുടെ അഭിമാനം അത് കാത്തു സൂക്ഷിക്കുന്ന ഒന്നായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഹീഹുൽ ബുഖാരിയുടെ 5787 വചനം, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. ഈ നെരിയാണിയുണ്ടല്ലോ, അതിന് താഴെ വരുന്ന വസ്ത്രം അതൊക്കെ നരകത്തിലാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ തുണിക്കഷ്ണം നരകത്തിലാണ് എന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം ദൂനൽ കഅബൈനി മിനൽ ഖദമി യുഅദ്ദബു ബിഉഖൂബ എന്നാണ്. അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിൻ്റെ
കാരണം കൊണ്ട് നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. അതല്ല ആ വസ്ത്രത്തിന്റെ ഭാഗം, തുണിയുടെയോ പാൻറിന്റെയോ തോപ്പിന്റെയോ ഒക്കെ ഭാഗം നരകത്തിൽ പോകും എന്നുള്ളതല്ല. അത് കാരണം റബ്ബിന്റെ കോടതിയിൽ ശിക്ഷക്ക് വിധേയനാകേണ്ടി വരും എന്നുള്ളതാണ്. എത്രയോ വചനങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റൊരു വചനം പറയുന്നത് അന്ത്യദിനത്തിൽ അല്ലാഹു തആല 3 വിഭാഗം ആളുകളോട് സംസാരിക്കുകയില്ല. വലാ യൻളുറു ഇലൈഹിം, അവരിലേക്ക് കാരുണ്യത്തിന്റെ ഒരു നോട്ടം പോലും നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായിട്ടുള്ള ശിക്ഷ അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ 3 വിഭാഗം ആളുകൾ പറഞ്ഞപ്പോ ഒന്നാമതായി പറഞ്ഞത് അൽ മുസ്ബിലു എന്നാണ്. വസ്ത്രമൊക്കെ നിലത്തിട്ട് ഇഴച്ചിങ്ങനെ നടക്കുന്ന ആൾ എന്നാണ്. മറ്റൊന്ന് കള്ളസത്യം പറഞ്ഞുകൊണ്ട്, കള്ളം പറഞ്ഞുകൊണ്ട് ചരക്കുകൾ വിറ്റഴിക്കുന്നയാൾ. അതുപോലെ തന്നെ നന്മ ചെയ്താൽ അതിങ്ങനെ എടുത്ത് പറഞ്ഞ് നടക്കുന്ന ആൾ. അപ്പൊ ഇത് ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ 106 നമ്പറായി കൊടുക്കുന്ന വചനമാണ്. ഇതെന്തിനാണ് നമ്മൾ പറഞ്ഞത്? നെരിയാണിക്ക് താഴെ വസ്ത്രമാക്കി അങ്ങനെ വലിച്ച് നടക്കുന്ന ആൾ, അദ്ദേഹത്തോട് അള്ളാഹു സംസാരിക്കുകയില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാവുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല. അതായത് അവരുടെ പാപങ്ങൾ പുറത്ത് കൊടുക്കാൻ പോലും തടസ്സമായേക്കാം എന്നാണ്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയിട്ടുള്ള ശിക്ഷയുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ എത്രയോ ഹദീസുകൾ കാണാം. അഹങ്കാരമില്ല എങ്കിൽ പോലും നമ്മൾ നെരിയാണിക്ക് താഴെ വസ്ത്രമാകാതെ സൂക്ഷിക്കുക. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ ശാപമുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമുണ്ട്. ആർക്ക്? അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സ്ത്രീകളോട് സാദൃശ്യരായിട്ടുള്ള ആളുകളെ അവർക്ക് ശാപമുണ്ട് എന്നുള്ളതാണ്. അപ്പോ ചില പുരുഷന്മാർ സ്ത്രീകളുടെ പോലെ നടത്തം, ഇരുത്തം, സംസാരം, അതുപോലെ ഡ്രസ്സിങ്, അതൊക്കെ ശാപം കിട്ടുന്ന പ്രവർത്തനമാണ് എന്നുള്ളതാണ്. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വൽ മുതശബ്ബിഹാത്ത് മിനൻ നിസാഇ ബിർറിജാൽ, സ്ത്രീകളുടെ ഇടയിൽ നിന്ന്, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാരോട് സാദൃശ്യം കാണിക്കുന്ന നടത്തത്തിൽ, പെരുമാറ്റത്തിൽ, അതുപോലെ ചലനങ്ങളിൽ, അതുപോലെ വേഷവിധാനങ്ങളിൽ ഒക്കെ അങ്ങനെ സാദൃശ്യം കാണിക്കുന്നവർക്ക് ശാപമുണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികൾ വളരെ നേർത്ത ഉടുപ്പ്, അതല്ലെങ്കിൽ ടീഷർട്ട്, അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട്, അതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ജീൻസൊക്കെ ഇട്ട്, എത്ര മോശപ്പെട്ട വേഷമാണത് എന്ന് ചിന്തിക്കുക. ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള, അതിശക്തമായ ഭാഷയിൽ ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സുൻഫാനി മിൻ അഹ്ലിൻ നാർ, 2 വിഭാഗം ആളുകൾ നരകത്തിന്റെ അവകാശികളാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ വിഭാഗം ജനങ്ങളെ അന്യായമായി കൊണ്ട് നിർദ്ധയമായി മർദ്ദിക്കുന്ന ജനങ്ങളാണ്. രണ്ടാമതായി പറയുന്നത് വനിസാഉൻ, ചില സ്ത്രീ ജനങ്ങളാണ്. കാസിയാത്തുൻ ആരിയാത്തുൻ, അവർ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ആരിയാത്ത്, അവർ നഗ്നരാണ്. ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർ നഗ്നരാണ് എന്നുള്ളതാണ്. മുമീലാത്തുൻ മായിലാത്തുൻ, അവർ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ മുന്നോട്ട് പോകുന്നവരാണ്. ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലാ യദ്ഖുൽനൽ ജന്ന
അങ്ങനെയുള്ള സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദന റീഹഹാ, അതിന്റെ ഗന്ധം പോലും അവർ അനുഭവിക്കുകയില്ല. വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ, സ്വർഗത്തിന്റെ സുഗന്ധം എന്ന് പറഞ്ഞാൽ അത് വളരെ ദൂരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രവഹിച്ചു കൊണ്ടിരിക്കും. അതുപോലും അനുഭവിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറയുമ്പോൾ ആരിയാത്ത് എന്ന് പറഞ്ഞാൽ ലിഅന്നഹുന്ന യൽബസ്ന സിയാബൻ റിഖാകൻ തസിഫുൽ ബശറ, നേർത്ത വസ്ത്രം ധരിക്കുക. നേർത്ത വസ്ത്രം ധരിച്ചാൽ അവരുടെ ചർമ്മത്തിൻ്റെ കളറ്, അതുപോലെ ശരീരത്തിൻ്റെ മാംസളമായ വടിവുകൾ പുരുഷന്മാരെ ഒക്കെ ആകർഷിപ്പിക്കുന്ന തെറ്റായ ചിന്താഗതികളിലേക്ക് പ്രചോദനം നൽകുന്നതായിട്ടുള്ള എല്ലാ അവസ്ഥയും ഉണ്ടാക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കുകയാണ്. അതാണ് നഗ്നർ എന്ന് പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു മായിലാത്തുൻ മുമിലാത്ത്. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹദീസിന്റെ വിശദീകരണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, മായിലാത്ത് എന്ന് പറഞ്ഞാൽ അനിൽ അഫ്ഫതി വഅനി ത്വാഅതി ഇലൽ മഅസിയ, അതായത് പതിവ്രത, ലൈംഗിക അച്ചടക്കം, ലൈംഗിക വിശുദ്ധി, അതിൽ നിന്ന് തെറ്റിക്കൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതാബോധം, അതൊന്നൊക്കെ തെറ്റി ഇലൽ മഅസിയ, പാപത്തിലേക്ക് ചെരിഞ്ഞ് ആഭിമുഖ്യം കാണിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളാണെന്നാണ്. എന്നിട്ട് പറഞ്ഞു മുമീലാത്ത്. മുമീലാത്ത് എന്ന് പറഞ്ഞാൽ യുമിൽന ഗൈറഹുന്ന ഇലൽ ഫസാദി വൽ മഅസിയ, അവര് സ്വയം വഴിതെറ്റ് മാത്രമല്ല മറ്റുള്ള സ്ത്രീകളെപ്പോലും ഫസാദിലേക്ക്, മഅസിയത്തിലേക്ക് അവർ ആനയിക്കുന്നു, പ്രേരിപ്പിക്കുന്നു, അവർക്ക് ആവേശം നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുണ്ടല്ലോ. നീ ഇന്ന വസ്ത്രം ധരിച്ചോ, അതാണ് പുതിയ മോഡൽ. എന്താ സ്ത്രീകളുടെ വസ്ത്രം? സഹോദരങ്ങളെ, മനുഷ്യന്റെ മുമ്പിൽ പറയാൻ കൊള്ളാത്ത രൂപത്തിൽ ഇസ്ലാമികമായിട്ട് ഒരു സ്ത്രീ ധരിക്കേണ്ടുന്ന വേഷം അല്ല ധരിക്കുന്നത്. എത്രയോ സഹോദരിമാര് ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രമെന്ന് പറയുന്നത് ഔറത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഹറാമായിട്ടുള്ള, അള്ളാഹുവിന്റെ കോടതിയിൽ കഠിനമായിട്ടുള്ള ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരുന്നതായ വസ്ത്രമാണ് അവർ ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ ഓർക്കുക, സ്വർഗത്തിൽ അവർക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് നിഷേധിക്കപ്പെടും. ഏറെ അകലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ സുഗന്ധം അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. എന്തെല്ലാം വസ്ത്രങ്ങളുണ്ട് നിങ്ങൾ നോക്കൂ. സാരി ഉടുത്ത് അന്തസ്സോടുകൂടെ ഇസ്ലാമികമായി അച്ചടക്കത്തോടുകൂടെ ജീവിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. പക്ഷേ ചില സ്ത്രീകൾ സാരി ഉടുത്താൽ അവർക്ക് ശരിക്കും അറിയൂല. അത് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ നടക്കാറുള്ളത്. അങ്ങനെയുള്ളവരെ തിരുത്തണം പ്രിയമുള്ളവരെ. അവരെ ആക്ഷേപിക്കല്ല. അവരോട് അവരുടെ ആഖിറത്തിൽ അവർക്ക് ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാൻ, അവർക്ക് അള്ളാഹുവിന്റെ അദാബ് ഇല്ലാതിരിക്കാൻ അവരോട് സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ പർദ്ദ തന്നെ ചില ആളുകൾ എങ്ങനെയാ ധരിക്കുന്നത്? ഷേപ്പാക്കിക്കൊണ്ടാണ്, ശരീരത്തിൻ്റെ നിമ്നോന്നതങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് പർദ്ദ ധരിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട മോശമായിട്ടുള്ള, ഒരു കുടുംബത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തതായ വിധത്തിലുള്ള വേഷങ്ങളാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്.
ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ചില സഹോദരിമാർ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയേക്കുമോ എന്ന് ഭയപ്പെടുന്ന രൂപത്തിൽ കക്ഷം പോലും പ്രദർശിപ്പിച്ചുകൊണ്ട് ആ വിധത്തിലുള്ള വളരെ മ്ലേച്ഛമായ വസ്ത്രമാണ് ചില ആളുകൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിയാണ്. മുസ്ലിം ഒരുപക്ഷെ നമസ്കരിക്കുന്നവരായിരിക്കാം, തലയിൽ തട്ടമിട്ടാൽ അത് എപ്പോഴും കഴുത്തിലൂടെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ചിന്താഗതിക്കാരുണ്ടാവും. മറക്കലല്ല, തുറന്നിടലാണ് പുരോഗമനവും, അതാണ് നവോത്ഥാനവും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് കേരളത്തിലെ മലയാള ചലച്ചിത്ര രംഗത്ത് അഭിനേത്രിയും നിർമ്മാതാവുമായിട്ടുള്ള ഒരു സഹോദരി, അവരുടെ സംഘടനയുടെ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് മത്സരിക്കുന്നതിന് വേണ്ടി നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായിട്ട് പർദ്ദ ധരിച്ചു വന്നു. അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. മനോഹരമായി പർദ്ദ ധരിച്ചു വന്നു. സാന്ദ്ര തോമസ് എന്ന് പറയുന്ന വനിത. ടിവികളിലും അതുപോലെ പത്രങ്ങളിലുമൊക്കെ വിഷയമായി. ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ, ഒരു മുസ്ലിം അല്ലാത്ത നിങ്ങൾ എന്തിനാണ് പർദ്ദ ധരിച്ചത്? അപ്പോൾ അവര് പറഞ്ഞു, തുറിച്ച നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ലൈംഗിക ചുവയുള്ള കമന്റുകൾ ഒഴിവാക്കാൻ വേണ്ടി അതിനൊക്കെയാണ് ഞാൻ പർദ്ദ ധരിച്ചത്. അതിന് പർദ്ദ വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇത് ഇസ്ലാം എത്രയോ മുമ്പ് പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ? യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, മുഹമ്മദ് നബിയെ അങ്ങ് പറയുക അങ്ങയുടെ പത്നിമാരോട്, അങ്ങയുടെ പുത്രിമാരോട്, വിശ്വാസമുള്ള ഈമാനുള്ള സ്ത്രീജനങ്ങളോട് അങ്ങ് പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകളിൽ നിന്ന്, അവരുടെ കുപ്പായ മാറുകളിലൂടെ അവർ അത് താഴ്ത്തിയിടട്ടെ എന്നാണ്. എന്താണ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ? ജിൽബാബ് എന്ന് പറഞ്ഞാൽ തഫ്സീറുൽ ജലാലൈനിയിൽ ഇങ്ങനെ കാണാം, അതായത് തലകൾ മറക്കുന്ന, കഴുത്തുകൾ മറക്കുന്ന, അതുപോലെ സുദൂർ, നെഞ്ച്, മാറിടം, അത് മറക്കുന്ന ഡ്രസ്സ്. ഇപ്പൊ മഫ്ത എന്ന് പറയുമല്ലോ, ഉടുത്ത ഡ്രസ്സിന് പുറമെ ഒരു മഫ്ത ധരിച്ചാൽ നമ്മുടെ സഹോദരിമാരുടെ ശിരസ് തലമറക്കാൻ കഴിയും, അവരുടെ കഴുത്ത് മറക്കാൻ കഴിയും. അതിൻ്റെ ബാക്കി ഭാഗം ഈ ഉടുത്ത ഡ്രസ്സിൻ്റെ മുകളിലൂടെ, മാറിടത്തിലൂടെ താഴ്ത്തിയിടാൻ കഴിയും. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വേഷവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലിയസ്തുർന ബിദാലിക ശുഊറഹുന്ന വഅനാകഹുന്ന വഖുർതഹുന്ന എന്നാണ്. അവരുടെ തലമുടി, അതുപോലെ കഴുത്ത്, അതുപോലെ അവരുടെ കാതിലെ ആഭരണങ്ങൾ, ഇതൊക്കെ മറക്കാൻ ഉതകുന്ന ഒരു വസ്ത്രം. എന്നിട്ടോ അതിൻ്റെ ബാക്കി ഭാഗം ഈ ഉടുത്ത ഡ്രസ്സിൻ്റെ മുകളിലൂടെ, മാറുയിടത്തിലൂടെ താഴ്ത്തിയിടണം എന്നുള്ളതാണ്. അത് മറച്ചു വെക്കണം എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി, ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ വന്നിട്ടുള്ള മുഹാജിറാത്തുകളായിട്ടുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് വന്നിട്ടുള്ള വനിതകളെ അള്ളാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്കുണ്ടാകട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. എന്താണ് കാരണം? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ 24-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വചനം, വലിയദ്രിബിന ബിഖുമരിഹുന്ന അലാ ജുയൂബിഹിന്ന, അതായത് സ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രങ്ങൾ അവരുടെ കുപ്പായ മാറുകളിലൂടെ താഴ്ത്തിയിടട്ടെ എന്നുള്ള ആയത്ത് അവതീർണമായപ്പോൾ ശഖഖന മുറൂതഹുന്ന, അവർക്ക് തലമക്കനയില്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശിരോവസ്ത്രമില്ല. അവർ ഉള്ള വസ്ത്രങ്ങൾ അത് കീറി
ഫഖ്തമർന ബിഹാ, ശിരോവസ്ത്രമായിട്ട് ധരിച്ചു എന്നാണ്. നമ്മൾ ആലോചിക്കണം, അതാണ് മാതൃക, അതാണ് നമ്മുടെ സ്ത്രീകൾ മാതൃകയാക്കേണ്ടത്. ഇന്നത്തെ വസ്ത്രം, വേഷം എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട അവസ്ഥയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ മാറ്റങ്ങൾക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിയുക. നിങ്ങൾ നോക്കൂ, ശരീരത്തിൻ്റെ പ്രത്യേകിച്ച് യുവാക്കൾ ആകർഷിക്കുന്ന ഭാഗങ്ങൾ അത് കൃത്യമായി മറക്കാതെ നടക്കുന്ന സഹോദരിമാർ, അവർ റബ്ബിന്റെ മുമ്പിൽ കഠിനമായിട്ടുള്ള അദാബിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ അത് തിരുത്തേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു സ്ത്രീയുടെ കർത്തവ്യം എന്താ? അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ നിർബന്ധമായും മറക്കുക എന്നുള്ളതാണ്. അന്യപുരുഷന്മാരുടെ മുമ്പിൽ, വീട്ടിനകത്തല്ല, അവിടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ നിർബന്ധമായും മറക്കുക. അതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. അതൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നൂറിലെ 31-ാം ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പോലെയുള്ള എത്രയോ മുഫസ്സിറുകൾ സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു ഡ്രസ്സ് ധരിക്കുകയാണെങ്കിലും, ചുരിദാറാവട്ടെ, സാരിയാവട്ടെ, പർദ്ദയാവട്ടെ, ഈ പറഞ്ഞതുപോലെ അന്തസ്സോടുകൂടെ ഇസ്ലാമിന്റെ സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് ഭയന്നുകൊണ്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ എൻ്റെ വേഷവിധാനത്തിന്റെ പേരിൽ നരകാഗ്നിയുടെ ഇന്ധനമായി ഞാൻ ഒരിക്കലും മാറുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മുടെ കുടുംബത്തിലെ മുസ്ലിം സഹോദരിമാർ നിർബന്ധമായും അവർ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ ആ ആയത്തിൽ തുടർന്ന് പറയുന്ന ഒരു കാര്യം, വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, അവരുടെ ഗോപ്യമാക്കപ്പെട്ട അലങ്കാരങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്നതിന് വേണ്ടി കാലിട്ടടിച്ചുകൊണ്ട് നടക്കരുത് എന്നാണ്. ശബ്ദമുണ്ടാക്കി ആളുകളെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ നടക്കാൻ അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. അപ്പോ അവിടേക്ക് അച്ചടക്കം വേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആളുകൾക്ക് ഇതൊക്കെ നിസ്സാരമല്ലേ, ഇത് പുതുയുഗമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചേക്കാം. മഹാനായിട്ടുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബായ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്തിട്ടുള്ള മഹാനാണ് അദ്ദേഹം. റസൂലൊക്കെ വഫാത്തായി പോയിട്ട് ഏതാനും വർഷങ്ങളായപ്പോൾ ആളുകൾ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി, ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യാനായിട്ട് തുടങ്ങി. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇന്നകും ലതഅമലൂന അഅമാലാ, ഹേ സഹോദരങ്ങളെ, നിങ്ങളിതാ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ്ശഅർ, അത് രോമത്തെക്കാൾ നിസ്സാരമാണ് നിങ്ങളുടെ വീക്ഷണത്തിൽ. എന്നാൽ ഇന്നാ കുന്നാ ലനഉദ്ദുഹാ അലാ അഹ്ദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബികാത്ത്, നിങ്ങൾ നിസ്സാരമായി കാണുന്ന ഈ ചെറിയ തെറ്റുകളുണ്ടല്ലോ, ചെറിയ തെറ്റുകളാണെന്ന് നിങ്ങൾ ഗണിക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന പാപങ്ങളായിക്കൊണ്ടാണ് ഞങ്ങളത് എണ്ണാറുള്ളത് എന്നാണ്. അതുകൊണ്ട് ഓർക്കുക പ്രിയമുള്ളവരെ, അല്ലാഹു തആല പഠിപ്പിച്ച ഇസ്ലാമിക വേഷങ്ങളിൽ നിന്ന്, വസ്ത്രസങ്കല്പങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചാൽ അത് പാപങ്ങൾക്ക്, കുറ്റങ്ങൾക്ക് നിമിത്തമാകും എന്നോർക്കുക. അതുകൊണ്ട് സമ്പൂർണമായിട്ട് പരിശുദ്ധ ഖുർആനിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുവചനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിനനുസൃതമായിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, സമ്പൂർണമായിക്കൊണ്ട് നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടർന്നുകൂടാ. ഇന്നഹു ലകും അദുവ്വും മുബീൻ, നിശ്ചയം പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാകുന്നു. റഹ്മാനായ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദ്. അമ്മാ ബഅദ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല മനുഷ്യരായി പുണ്യകർമ്മങ്ങൾ ധാരാളമായി അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകൾ അനധികൃതമായിട്ട് അവിടുത്തെ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വാർത്തകളും സംഭവങ്ങളും നമുക്കറിയാം. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അടിസ്ഥാനത്തിൽ ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മതസ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, അത് വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനും ഒക്കെയുള്ള അവകാശങ്ങൾ ഭരണഘടന നൽകുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാത്ത കുറ്റങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടും മറ്റുമൊക്കെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന അത്തരം പ്രവണതകളെ നമ്മൾ ശക്തമായി എതിർക്കുന്നു. എന്ന് മാത്രമല്ല, അവർക്ക് നീതിക്കായി ഇടപെട്ട നമ്മുടെ രാജ്യത്തുള്ള മതേതര ജനാധിപത്യ ചിന്താഗതിയുള്ള നേതാക്കന്മാർ, പാർട്ടിക്കാർ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ആസാമിൽ അതുപോലെ പല സ്ഥലങ്ങളിലും പാവപ്പെട്ട മുസ്ലിങ്ങളുടെ അവർ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബുൾഡൗസർ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ വീട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പാവങ്ങളെ കുടിയൊഴിപ്പിക്കപ്പെട്ടു, അവർ തെരുവിലാണ്. അപ്പം അവർക്കെതിരെയും നമ്മുടെ രാജ്യത്തുള്ള ജനാധിപത്യ മതേതര പാർട്ടികളും ശക്തികളുമൊക്കെ ശബ്ദിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ അവരെ ലക്ഷ്യം വെക്കുന്നത് പാവപ്പെട്ട മുസ്ലിങ്ങളെ മാത്രമല്ല, മുസ്ലിങ്ങളെ ധാരാളമായിട്ട് ആക്രമിക്കുകയും അതുപോലെ നിരന്തരം ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് ഒടുവിൽ വഖഫ് അമെൻമെന്റ് അതുൾപ്പെടെ കൊണ്ടുവന്ന് ദ്രോഹിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയുണ്ടായി. ആ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്ന് ചില ആളുകളൊക്കെ തന്നെയും തെറ്റിദ്ധരിക്കുകയുണ്ടായി. എന്നാൽ ഈ പുതിയ സംഭവത്തിൽ നിന്നുള്ള പാഠം, ഇവിടുത്തെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല, ഈ രാജ്യത്തെ ഹൈന്ദവരെന്ന് കരുതപ്പെടുന്ന ദളിതർ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെയാണ് എന്നവർ എല്ലാ ആളുകളും മനസ്സിലാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ നീതിക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി നിലകൊള്ളുക, അതാണ് നമുക്കെല്ലാവരോടും പറയുവാനുള്ളത്. സഹോദരങ്ങളെ, ഈ മഹത്തായ സന്ദർഭത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ മഹനീയമായ സന്ദർഭത്തിൽ നമ്മുടെ ഒരു സഹോദരനല്ല 3-4 ആളുകൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തി, അദ്ദേഹത്തിന് 3 ബ്ലോക്കുകൾ സംഭവിച്ച്, ഹാർട്ടിന് 3 ബ്ലോക്കുകൾ സംഭവിച്ച് അദ്ദേഹത്തിന് കിഡ്നിയുടെയും പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. VA മുഹമ്മദ് മൂസ എന്ന് പറയുന്ന ആ സുഹൃത്ത്, അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നിട്ട് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിന് ഇന്ന് ഒരു വലിയ മേജർ ഓപ്പറേഷനാണ്. അദ്ദേഹത്തിൻ്റെ ആളുകളൊക്കെ ആ ഓപ്പറേഷൻ വിജയിക്കുന്നതിന് വേണ്ടി, അതുപോലെ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടി, ശിഫയുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് അദ്ദേഹത്തിന് ആയുരാരോഗ്യം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ പള്ളിയുടെ, ഈ സ്ഥാപനത്തിൻ്റെ സഹായങ്ങളൊക്കെ നൽകാറുള്ള ഒരു സഹോദരി, അവരും അതുപോലെ മറ്റ് 2 പേരും, അവരൊക്കെ പ്രാർത്ഥിക്കാൻ, ചില ശാരീരിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചികിത്സയും കാരണം അവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു തആല അവർക്കും ഇനി നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള
നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള എത്രയോ ആളുകൾ മാറാരോഗങ്ങൾ ബാധിച്ച്, അതുപോലെ വലിയ വലിയ അസുഖങ്ങൾ ബാധിച്ച് അതിൻ്റെ വേദനകൾ കടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല അവർക്ക് എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ റഹ്മാനായ നാഥ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളും കുറ്റങ്ങളും നിന്റെ റഹ്മത്ത് കൊണ്ട്, മഹത്തായ ഫളല് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആബാഇനാ വലി ഉമ്മാത്തിനാ ولأزواجنا ولإخواننا ولأخواتنا ولجميع المسلمين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والكافرين ودمر أعداءك أعداء الدين. اللهم انصر إخواننا المسلمين في فلسطين. اللهم طهر قلوبنا من الكفر والنفاق والرياء يا رب العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم رب ارحم والدينا كما ربونا صغارا. اللهم اعتق ركابنا وركاب والدينا من النار برحمتك وفضلك وجودك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.